എന്നെ കളിയാക്കുമെല്ലാവരും ഞാൻ പറയുമ്പോൾ എൻ്റെ ഗോഡ് ഫാദർ തന്നെയാണ് എൻ്റെ കലാമേഖലയിലെ ആദർശക്ക. താങ്ക് യു സോ മച്ച്. അപ്പോൾ മിമിക്രിയാണ്, ആരും തന്നെ വിളിച്ചിരിക്കരുത് പ്ലീസ്, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു കൈ തരാമോ ഉഷാറായിട്ട്? ഈ കൈയടി ത്രോണുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം ലെവലിൽ പെർഫെക്ഷൻ കൊടുത്തോളാം. കുറച്ച് സ്പേസ് തരാമോ? അശ്വത്, സ്പോട്ടപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തുടക്കം ഒരു സാമ്പിൾ ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്നെ ഞാനാക്കി മാറ്റിയത് ഞാനൊരു ശബ്ദം അവതരിപ്പിച്ചപ്പോഴാണ്. സൗബിൻ ഷാഹിർ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ. സൗബിക്കയുടെ ശബ്ദത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും സൗബിക്ക് വേണ്ടി ഏകദേശം എനിക്ക് ഒരു 10ഓളം ചിത്രങ്ങളിൽ, 10ലധികം ചിത്രങ്ങൾ അശ്വത് തന്നെയാണ് സൗബിക്ക് വേണ്ടി ട്രാക്ക് ഡബ് ചെയ്യുന്നത്. സൗബിനിക്ക് വരുന്നതിന് മുമ്പ് അസപ്പ് ഫുൾ ഡബ് ചെയ്ത് ഏറ്റവും ആദ്യം കാണുന്നതും അശ്വത് തന്നെയാണ്. ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്, അങ്ങനെ ഒരു ഭാഗ്യം ഈ മിമിക്രി കലാകാരനെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. നമുക്ക് സൗബിനിക്കയുടെ ശബ്ദം മഹേഷിൻ്റെ ബേബിച്ചേട്ടൻ സുറോണി കാര്യം ചോദിച്ചാൽ കാർക്കിച്ച് തുപ്പുകളി മോക്ക് മനസ്സിൽ പുഷ്പം വെച്ച് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് യാതൊരു കാര്യം ബേബിച്ചേട്ടൻ മഹാന്മാരുടെ തിരയുന്നതും മനസ്സിലേക്ക് തിരുവനന്തപുരം സത്യല്ലേ അതേ നീ പിന്നറ്റ് പോലുള്ള ഡോവർമാൻ്റെ കുണ്ടിയിൽ പടക്കം വെച്ച് പൊട്ടിച്ച് നിസ്സാര കേസുള്ള മനുഷ്യണ്ട. അതുകൊണ്ടെന്താ ഞാൻ ഇപ്പോൾ നമുക്കൊരു ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു. എന്നെ തിരിച്ച് ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്കാർക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. സ്പോട്ട് ഡബ്. കുട്ടിക്ക് ഒരു അവസരം കൊടുത്ത് കുട്ടിക്ക് നഷ്ടമാകുന്നു. ഒരു വർണ്ണശോഭമായ ജീവിതമാണ്. വലിയ വീടും ഒരുപാട് കാറും സ്റ്റാറും അവാർഡിലേക്ക് ഗംഭീരമായ ഡ്യൂട്ടി ജീവിതമാണ്. ഒന്നുകൂടെ ആലോചിച്ചിട്ടു. എന്നാരും പറഞ്ഞു ഇവിടെ ഭർത്താവുമാരി വന്നതിനെ വിളിച്ചാൽ ഭർത്താവിലേക്ക് സന്തോഷത്തിൽ വേണ്ടല്ലോ. ഭാര്യ വരുമ്പോഴേ ഹാപ്പി ആയിരിക്കും. എന്താ അറിയാം, പെണ്ണുങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റത്തില്ല. നമുക്ക് അവരാണ്ട് പറ്റത്തില്ല, അത്ര അതിനിപ്പോൾ എന്താണ്? അപ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് തന്നെ പിടിച്ചേക്കല്ല. ഒരു ടെസ്റ്റ് പണ്ട് എനിക്കൊരു കട ഉണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. കൂട്ടിക്കെട്ടിപ്പോയി. ഇപ്പം ഞാൻ വീടിൻ്റെ മുകളിൽ ടെറസിട്ട് പച്ചക്കറി കൃഷി നടത്തുന്നത് വെറുതെ ഇരിക്കുന്നു. ഇതിപ്പോൾ എന്താണപ്പാ? ഇതെന്താണ്? ഇപ്പോൾ ഒരു പേജിൻ്റെ പകുതി പോലെ എന്താണല്ലോ. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വരുമ്പോൾ പിന്നീട് ഡ്രഗ്സിൻ്റെ കാര്യം. ഡ്രഗ്സ് എപ്പോഴാണ് എത്ര കാര്യം പിടിച്ചിട്ട് ഈ 30 വയസ്സിലാണ് ചെറുപ്പക്കാരാണ് ഒരു സ്ഥലം കൊണ്ടുവന്ന ലോകത്തിൻ്റെ ആദ്യകാലം പോലുള്ള സാധനങ്ങൾ ആണോടാ? പിന്നെ എന്താ സിനിമാക്കാരോടൊക്കെ ആണോ? പിന്നെ ചേട്ടാ അവരെ ചീത്തവരുടെ 2-3 ദിവസം ഉണ്ടെത്ര നോർമലല്ല. ആ വീട് അതാണ് നിങ്ങളുടെ വീട്. നമ്മുടെ നവീകരിച്ച വീട്. മോശം വിചാരിക്കണമെങ്കിൽ ഞാൻ അത് കാര്യം ചോദിച്ചു. പൊറോട്ടയും പ്രൊഫഷണൽ. ഇന്ന് രാത്രി ഞാനെല്ലാം എല്ലാം പൊറോട്ട ഇടുന്ന സ്ഥലത്ത് കഴിക്കാൻ പോകുന്നു. എന്നോട് നീ റാഗിയതും പെമ്പിള്ളേരെ ബ്ലൗസിനുള്ള കഴിഞ്ഞിട്ടുള്ള ഇടപാടില്ല. അത് വേണ്ട. കാരണം ഞങ്ങൾ ഈ അങ്കമാലിക്കുള്ള ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇന്നേ ഒരു പോലീസ് കേസ് ഉണ്ടാ ഇല്ല. ആരെന്താണ് ഇതിനെപ്പറ്റി വിചാരിച്ചത്? ഞാൻ പറയുന്നില്ല, ഈ കൊണ്ടുവന്ന കേസൊക്കെ വിളിക്കാൻ. അപ്പം അത്രയും കാര്യം ഇപ്പോൾ ലൈഫ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വെറുതെ പേടിച്ച് കഥ പറയാനുള്ള കാര്യം ആദ്യം ഇന്ന് മുഖത്ത് നോക്കി ഓപ്പണായിട്ട് പറയണം. അതിൽ അതിനകത്ത് എന്താണ് ഇത് കഥകളിയാണ്. എന്റെ ഒപ്പന്റെ ഫോട്ടോ ഒക്കെ എത്തിക്കലാ ഷോ കാക്കിന്റെ കുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന് ആളുകളെ വിഷമാവുമല്ലോ. ചിലരൊക്കെ തമാശക്കും കാര്യത്തിനും കേട്ട് പലരിലൊക്കെ എനിക്കെന്ന് പറയുമ്പോൾ എനിക്കുള്ളൂ, എനിക്കെല്ലാവർക്കും ഉള്ളൂ. ഏതെങ്കിലും പാവപ്പെട്ടവരുടെ മേലെ കൈകൊള്ളുന്ന കൊല്ലുകൾ ചോദിച്ചാൽ കണ്ട കൈകൊള്ളുമ്പോൾ ചില എന്നാ താമസിച്ചു കൊടുക്കില്ലാത്ത ധൈര്യമാണോ സാർ? അതോ കൊടുത്ത വിജയിക്കുള്ള വിശ്വാസം?
ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ അബു അറയ്ക്കണത് കഴിഞ്ഞ ഓണത്തിന് കൈപ്പുറപ്പൻ്റെ കൈയെടുത്തപ്പോൾ കാട്ടച്ചോരയാണ് മൂത്തെറിച്ചത്. അത്രയ്ക്കും നല്ലൊരു ഷജട്ട ഒരു പീറാണ്. ഇതാണ് കളിയൊക്കെ വേദനിച്ചെങ്കിലും അന്ന് പാരീസിൽ പോയി ചോദിച്ചറിയാം സാത്താനെ. അവൻ്റെ അമ്മയുടെ ഒരു ഗജരാജ മുത്തർ ഇറങ്ങി പൊക്കോളും സാത്താന്റെ ഹൈറേഞ്ചിട്ട് ഇല്ലെങ്കിൽ വണ്ടി എടുക്കാൻ ഞാൻ അന്ന് ഹൈറേഞ്ച് ഇതുകൊണ്ട് ഞങ്ങളുടെ കപ്പില്ലയോ അത് തിരിച്ചുകൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താല്ലാത്തവൻ അവൻ്റെ ഒപ്പം ലൂസിഫർ മാത്രം വന്നാലും അപ്പം കപ്പം കൊണ്ടിരുന്നു. ചേച്ചി സ്കൂൾ മുതലുള്ള ശീലം അതിനിപ്പോൾ അവൻ എത്ര വലിയവരെ അവരെന്തൊക്കെയുണ്ട് ലക്ഷ്യം. ഏറ്റവും 100 തവണ ലക്ഷ്യം ഒരു ഡിഗ്രി ഞാൻ തിരിച്ചടിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സദാശിവം തിയേറ്ററിൽ ടിക്കറ്റ് ഗ്രാമം മുണ്ടെടുക്കാനറിയാം, മലയാളത്തിൽ സംസാരിക്കാനറിയാം. PK രാംദാസിന്റെ മകൻ ജിതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കൊടുക്കാനും അറിയാം. മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല രണ്ട് പേര് പറയാനും അറിയാം. നിനക്ക് കൊണ്ട് നിന്നോളാം ഞാൻ ചതുരകുന്നിയാണ് ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്നതിന് കൂടെ വരണം. സാറിനോട് ഞാൻ നേരത്തെ പറഞ്ഞു പള്ളിക്ക് മുന്നിൽ നിന്നാണ് പറഞ്ഞു. കള്ളം പറഞ്ഞാൽ എൻ്റെ കണ്ണ് താഴും. കൊന്ന ഞാൻ തന്നെ. ഈ റമദ പള്ളിക്കരുടെ സാറിന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അന്ന് കൊണ്ടുപോകും. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ജീവിതത്തിൽ ഉത്തമല്ല ബ്ലാക്ക് മെയിൽ ചെയ്യണത്. അത് നീയൊക്കെ കാരണം നിന്നെ കൊല്ലും അവനെയും കൊല്ലും. സുടക്കൂടാതെ വെട്ടണം, തുടിക്ക വെട്ടണം. എത്ര തുണ്ട വെട്ടാൻ മുടിയോ അത്ര തുണ്ട വെട്ടണം. മനസ്സിലായോ? അത് പോരാ പാട്ട പോരാ. ഇതെന്റെ മണ്ണാണ്. ഇവിടെ ഞാൻ കിടക്കും, വേണ്ടി വന്നാൽ കിടക്കും, അതെടുത്ത് കൊടുക്കും. ആരോടാ ചോദിക്കാം? എടാ സൗജന്യം കൊടുത്തും അതിൽ കെട്ടി നീ ഉണ്ടാക്കുന്ന അധികാരമുണ്ടല്ലോ, അതും കൊണ്ട് എൻ്റെ മണ്ണിൽ കയറിയാ പാലിക്കൊന്ന് ഞാൻ കുഴിച്ചു മൂടും. എന്നിട്ട് ഈ കടലിൽ നിന്ന് എഴുതുന്നു. നമ്മളൊക്കെ എന്താണ് അടിമകളാണോ നിന്റെയൊക്കെ സൗകര്യം ഉണ്ടാക്കാൻ? ഇത് ഗാന്ധിഗ്രാമം, ഇത് തൊട്ട് ഇവിടെ ഞാൻ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം യജമാനെ കണ്ട് നായം പറയുന്നുണ്ട്. ആദ്യം ഒന്ന് പറയും പിന്നീട് വാരാട്ടി കൊണ്ടുപോകും, പിന്നീട് കാലിക്കൽ വന്നു. അപ്പോൾ മാളികപ്പുറത്ത് ശബരിമലയിലോട് അയ്യപ്പനെ കാണും. വൈകുന്നേരം മാളികപ്പുറം അയ്യപ്പനെ കണ്ടിരിക്കും. സ്വാമിയാരാണെന്ന് എനിക്കറിയില്ല, ഞാനാരാണെന്ന് സ്വാമിക്ക് അറിയില്ല. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യമായ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണിയാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചോദ്യുന്നവനെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്രയൊക്കെ നിശബ്ദരാക്കിയാലും ഏത് തുടങ്ങി നടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുള്ളവരല്ല, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. இப்படி உனக்காக 27 வருஷமா வெயிட் பண்ணேன். இது வரைக்கும் வெயிட் பண்ண முடியாத சொல்றேன். நான் உன்னை லவ் பண்றேன்.
ஆத்தி எத்தனை விக்கெட் ஆகுது? எனக்கு கிடைச்ச நியூஸுக்கு 2 விக்கெட்டு 2 விக்கெட்டு. இதுக்கு மேலே அந்த பசங்க நான் சொன்ன சொத்து ஒரு உள்படிச்சுக்கோங்க 7 நாள் விக்கெட் விட போகிறேன். என் மேலே கை வச்சு யாரும் நான் தப்பிக்க விடல. முதல் முறை நான் அவனை தப்பிக்க விட போகிறேன். ஒழுங்கு மரியாதை நீங்கள் பார்த்துட்டு ஜோலியே 50 ரூபாய் கண்டு. நம்ம வாழ்க்கையில சும்மா ஏதோ ஒரு பணக்கார பார்த்து சத்தம் மாற்றிக் கூடாது. ஒரு வாட்சி வாழ்நாள வாழ வைக்கிறார். இப்போ என்ன நினைக்கப்பட்ட ரோலெக்ஸ் ரோலெக்ஸ் சார் இது சார் எஸ் சார் ஓகே சார் எஸ் சார் சிங்கம் வேட்டையோட போது காலம் செருப்பாக இருக்கலாம். அப்போ அது பசியோடு இருக்கும்போது காலம் பட்டினி கிடக்கும். இந்த மாதிரி நேரத்தில் வீரங்கள் எல்லாம் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? ஆரம்பிக்கலாங்களா? ஆடிக்கோட்டை யுத்தத்தில் அர்ஜுனன் கிருஷ்ணனோட டீ மாதிரி என்னது பயம். வேதநாயகம்னா பயம்னா அதான நான் கையில் வச்சா. உனக்கு நான் போலீஸ்காரன் பத்தாதுடா. வேற வேற வேட்டைக்காரன் தான் வேணாம். புஷ்பங்க தவறு கொண்டு வர ஃபயரு ஃபயரு likes me. I can't afford. ചാരമാണം കരുതി വെറുതെ ചകയം നിൽക്കണ്ട. കണ്ണട കെട്ടിട്ടില്ലെങ്കിൽ കൊള്ളും. Alexa, 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 Ossalama, Alexa, Ossalama, Alexa. रुकटे बॉम्बे का जाओ जाओ അറിയാവുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. இங்கே நான் டாக்கிங்க நான் வச்சுள்ள ரூல்ஸ் அந்த ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் விஷயத்துக்கு அப்போ மாற்றிட்டே இருப்பான். அதில் கவனிச்சு ஃபாலோ பண்ணிகிட்டே இருக்கிறான். அதோட ஏதாவது கவனிச்சு மேலே பண்ணணும்னு நினச்ச உன்னை கண்டு துண்டமாக வெட்டி பீஸ் பீஸாக அழிச்சு போட்டுருவேன். ஹுக்கோ டைகர் கா ஹுக்கோ. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾ കുറേ വർഷങ്ങളായി മിമിക്രി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും താരങ്ങളായിരിക്കും എനിക്ക് എന്നെ ആദ്യമായിട്ടാണ് ഒരാളെ കാണുന്നത്. താങ്ക് യു സോ മച്ച്.